നമസ്കാരം. മിഷൻ 24 വാർത്തകളിലേക്ക് സ്വാഗതം. സാധാരണക്കാരന്റെ മനസ്സിൽ മായാതിരിക്കുന്ന ഉമ്മൻചാണ്ടി സമൂഹത്തിനായി ചെയ്ത നന്മകൾ തുടരുക തന്നെ ചെയ്യുമെന്ന് ഷാഫി പറമ്പിൽ MP. ഉമ്മൻചാണ്ടി അവശതനുഭവിക്കുന്നവർക്കൊപ്പമായിരുന്നുവെന്നും പശുക്കടവിൽ പ്രവർത്തനം ആരംഭിച്ച കോഴിക്കോട് ജില്ലാ മലയോര മേഖല ഉമ്മൻചാണ്ടി ട്രസ്റ്റ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഷാഫി പറമ്പിൽ പറഞ്ഞു. എല്ലാവരുടെയും കൂടുതൽ പങ്കെടുക്കാൻ ഒരു അവസരം ലഭിച്ചതിൽ അതിയായിട്ടുള്ള സന്തോഷം ഞാൻ ആദ്യമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുക. ആ സന്തോഷത്തെ ഇരട്ടിപ്പിക്കുന്നതും അതിന്റെ അഭിമാനബോധം വർദ്ധിപ്പിക്കുന്നതിനും എല്ലാത്തിനും കാരണം ഞാൻ ഉറപ്പിച്ചു പറയാം, ഇപ്പൊ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് പേരിനൊപ്പമുള്ള 2 അക്ഷരത്തിന്റെ ബലത്തിൽ ഈ സംഗമത്തിൽ സംസാരിക്കുന്നുണ്ടെങ്കിൽ, ഈ ഒരു പദവി ഉൾപ്പെടെയുള്ള പദവികളിലേക്ക് മുൻകാലങ്ങളിലേക്ക് വരാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞങ്ങളെയൊക്കെ കൈപിടിച്ച് നടത്തിയതും ഞങ്ങൾക്കൊക്കെ നേരത്തെ വെളിച്ചമായി എന്നുള്ളതല്ല, ഇപ്പോഴും വെളിച്ചം പകരുന്നതും മറ്റാരുമല്ല ഈ ട്രസ്റ്റ് ആരുടെ നാമധേയത്തിലാണോ ആ മഹാനായ മനുഷ്യൻ തന്നെയാണ്. പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടി സാറിന്റെ പേരിലാണ് ഈ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ, ഈ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തപ്പെടുന്നത് എന്നുള്ളത്, അതിന്റെ തുടക്കമാണ് കുറിക്കുന്നത് എന്നുള്ളത്. അദ്ദേഹത്തിന്റെ ഓർമ്മയിൽ തന്നെ മുന്നോട്ട് പോകുന്ന ഞങ്ങൾ ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അത് എത്ര വലിയ അനുഭവമാണ്, അത് എത്ര വലിയ ആത്മാഭിമാനമാണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയും. പക്ഷെ വാക്കുകൊണ്ട് പറഞ്ഞാൽ തീരെ. നേരത്തെ ഇവിടെ ഞാൻ ആ റിബൺ വിളിച്ച് കണ്ട കസേരയും കണ്ട മേശയും കഴിഞ്ഞ് ആ വാതിലിനകത്തേക്ക് കയറിയപ്പോ കണ്ടത് ആ കാഴ്ചകൾ യഥാർത്ഥത്തിൽ ഈ ചിത്രത്തിലുള്ള സാറിനെ ഓർമ്മപ്പെടുത്തുന്നതാണ്. അവിടെ ഓക്സിജൻ കോൺസെൻട്രേറ്റർ, അതുപോലെ തന്നെ അവിടെ വീൽ ചെയറുകൾ, അവിടെ പിന്നെ ഫ്രീസർ ഉൾപ്പെടെയുള്ള ഫെസിലിറ്റീസ്, സാധാരണ ജനങ്ങൾക്ക് ഒരാവശ്യം വരുമ്പോൾ അതിൽ ഓടിയെത്താൻ മനസ്സുള്ള ഒരാളുടെ ചെയ്തികൾ, പ്രവൃത്തികൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രമല്ല ജീവിച്ചു മരിച്ച ശേഷവും ആ നന്മ തുടരുകയാണ് എന്നുള്ളത് നമുക്ക് ബോധ്യപ്പെടുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ ഒരു കാര്യം നിസ്സംശയം പറയാം, ഉമ്മൻചാണ്ടി തുടരുകയാണ് എന്നുള്ളത് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും എന്നുള്ളതാണ്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം ആ ജീവകാലത്ത് മാത്രം, അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് മാത്രമല്ല, അതിന്റെ ശേഷവും നാടിന് തണലൊരുക്കുകയാണ്. ട്രസ്റ്റ് ചെയർമാൻ KT ജെയിംസ് അധ്യക്ഷത വഹിച്ചു. ഇത് സമർപ്പിക്കുന്നതിലൂടെ നമ്മുടെ പ്രിയപ്പെട്ട വടകര പാർലമെന്റ് MP നിങ്ങൾക്കറിയാം, ഒരു വടകര പാർലമെന്റിൽ നിൽക്കുന്ന ഒരാളല്ല. കാരണം നമ്മുടെ സംസ്ഥാനത്തും നമ്മുടെ ഇന്ത്യയിലൊക്കെ അദ്ദേഹത്തിന് ഇതേപോലെ തന്നെ എന്താ പറയുക, ഒരു ജനങ്ങളുമായി വളരെ അദ്ദേഹത്തിന് സമയമുണ്ട്. അദ്ദേഹം വന്നാൽ അവരുടെ കുട്ടികളെയും കണ്ട്. DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ചെയ്ത് സംസാരിച്ചു. മലയോര മേഖല ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ നാട്ടിലെ പാവപ്പെട്ടവരും സാധാരണക്കാരുടെയും അത്താണിയുമാവുന്ന കാര്യത്തിൽ എനിക്കൊരു തർക്കവുമില്ല. 2-3 കാരണമാണ്. ഒന്ന്, നാടിന് നന്മ മാത്രം സമ്മാനിച്ച, കേരളത്തിലെ ജനങ്ങൾക്ക് ഒരിക്കലും മറക്കാൻ സാധിക്കാത്ത ഉമ്മൻചാണ്ടി എന്ന ജനകീയനായ നേതാവിന്റെ നാമധേയത്തിലാണ് ഈ ട്രസ്റ്റ് എന്നുള്ളത് ഒരു പ്രത്യേകത. മരുതൂങ്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K സജിത് ആദ്യ മെഡിക്കൽ ഉപകരണം നൽകി സംസാരിച്ചു. ആദരവ് ഏറ്റുവാങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാർത്ഥിനി സുഹൃത്തുക്കളെ, പ്രിയപ്പെട്ട കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായ ശ്രീ ഉമ്മൻചാണ്ടിയുടെ നാമധേയത്തിൽ മലയോര മേഖലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് ചാരിറ്റബിൾ ട്രസ്റ്റ് രൂപീകരിച്ച് പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനുള്ള നിരവധി ഉപകരണങ്ങളുമായി ചാരിറ്റബിൾ ട്രസ്റ്റ് ഇവിടെ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതൊരു സ്വന്തമായി മാറും എന്ന കാര്യത്തിൽ തർക്കമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പരിപാടിയിൽ സംബന്ധിക്കുന്നത് തീർച്ചയായും ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന നിലയിൽ ഈ സ്ഥാപനം മുന്നോട്ട് പോകുമ്പോൾ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത വ്യത്യാസങ്ങൾക്കും അപ്പുറത്ത് പ്രയാസപ്പെടുന്ന ആളുകളുടെ വേദനകൾ ഒപ്പിയെടുത്ത് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക എന്നതാണ്.
KSU മുൻ സംസ്ഥാന പ്രസിഡന്റ് KM അബ്ജിത്ത് മികച്ച വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. വിശ്രമമില്ലാതെ മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട ഒരു മനുഷ്യൻ, 24 മണിക്കൂറും ഈ നാടിന് വേണ്ടി നിലകൊണ്ട മനുഷ്യൻ. ആ മനുഷ്യന്റെ പേരിലാണ് നമ്മൾ ഈ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഔപചാരികമായ തുടക്കം എന്ന് കുറിച്ചത്. ഞാൻ ഇതിന്റെ സംഘാടകരോട് ഒരു കാര്യം ഉറപ്പാണ്, കൃത്യമായ കാഴ്ചപ്പാടും ദീർഘവീക്ഷണത്തോടു കൂടിയാണ് ജെയിംസേട്ടന്റെ നേതൃത്വത്തിൽ. ഇത് ഒരു പെട്ടെന്നുള്ളൊരു പരിപാടിയല്ല. ദീർഘനാൾ ഇതിന്റെ അണിയറയിൽ ഇതിന്റെ ഓരോ കാര്യങ്ങളും പഠിച്ച് വിശദീകരിച്ച് എങ്ങനെയാണ് ഒരു ട്രസ്റ്റ് മുമ്പോട്ട് പോവുക എന്നതിന്റെ ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ട്. ആ രീതിയിൽ നിങ്ങൾ ഇതിനെ സംഘടിപ്പിച്ചത്, ആ രീതിയിൽ കൊണ്ടുപോകാൻ നമ്മൾക്ക് സാധിക്കണം. ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന മനുഷ്യൻ ജീവിച്ചിരുന്നതിനേക്കാൾ ജനകീയനായ വ്യക്തിയായി ഇന്നും ഈ റവറന്റ് ഫാദർ സെബാസ്റ്റ്യൻ പാറത്തോട്ടത്തിൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ CP ബാബുരാജ്, ഡെന്നീസ് പെരുവേലി, ഗ്രാമപഞ്ചായത്ത് അംഗം തോമസ് കാഞ്ഞിരത്തിങ്കൽ, ജമാൽ കോരങ്കോട്, TA അനീഷ്, PM ജോർജ്, K ശ്രീധരൻ, PK കുഞ്ഞബ്ദുള്ള, KP സെബാസ്റ്റ്യൻ, P ഭാസ്കരൻ, അഫ്സൽ മുഹമ്മദ്, പീന ആലക്കൽ, ജോൺ പുതക്കുഴി, കൺവീനർ KK പാർത്തൻ മാസ്റ്റർ സ്വാഗതം പറഞ്ഞു. കോരങ്കോട്ട് മൊയ്തു, KK സുകുമാരൻ, സഹൽ അഹമ്മദ്, ബിന്ദു പുരാറ, KC സൈനുദ്ദീൻ, സനൽ വക്കത്ത് എന്നിവർ സംസാരിച്ചു. അവശത അനുഭവിക്കുന്ന രോഗികൾക്ക് ആവശ്യമായ കട്ടിൽ, എയർ ബെഡ്, വാട്ടർ ബെഡ്, വീൽചെയർ, വാക്കർ, വാക്കിംഗ് സ്റ്റിക്ക്, ഓക്സിജൻ കണ്ടെയ്നർ, ഓക്സിജൻ സിലിണ്ടർ, നെബുലൈസർ, കസേര, മേശ, ടാർപോളിൻ, ഡെഡ് ബോഡി ഫ്രീസർ, മറ്റു ഉപകരണങ്ങൾ എന്നിവ സൗജന്യമായി ആവശ്യക്കാരിൽ എത്തിക്കുക. ആംബുലൻസ് സൗകര്യം, സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവർക്ക് ചികിത്സാ സഹായം എത്തിക്കുക തുടങ്ങിയവ ട്രസ്റ്റിന്റെ ഭാവി പ്രവർത്തന പദ്ധതികളാണ്. കൂടാതെ ഇന്ത്യയുടെ ചരിത്ര സംബന്ധമായ സെമിനാറുകൾ, രാജ്യം കണ്ട മികച്ച മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയെ പോലുള്ള നേതാക്കളെ പറ്റിയുള്ള പഠന ക്ലാസുകൾ, മദ്യത്തിനും മയക്കുമരുന്നിനും മറ്റ് ലഹരി വസ്തുക്കൾക്കുമെതിരെയുള്ള ബോധവൽക്കരണ സെമിനാറുകൾ, ആരോഗ്യ മെഡിക്കൽ ക്യാമ്പുകൾ, പഞ്ചായത്ത് രാജ് സംവിധാനത്തിന്റെ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയ ജനോപകാരപ്രദമായ പരിപാടികളുടെ സംഘാടനം തുടങ്ങിയവയും ട്രസ്റ്റിന്റെ കർമ്മ പദ്ധതികളാണ്.